സ്വാമി ശരണം. മകരമാസമാണ്. മകരവിളക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയ ചില ശബരിമല യാത്രകൾ ഓർമ്മ വരും. എൻ്റെ ഓർമ്മയിൽ ഏകദേശം 35-38 തവണ ഞാൻ മല ചവിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ ജയമാമൻ, അദ്ദേഹം FACT-യിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കെട്ടുനിറയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കേശവപിള്ള അങ്കിൾ, അതുപോലെ രാധാകൃഷ്ണൻ അങ്കിൾ, അങ്ങനെ ഒരുപാട് പേര്, ജയപ്രകാശ് അങ്കിൾ, അങ്ങനെ ഒരുപാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ തന്നെ കൊച്ചുകുട്ടിക്കാലത്ത് ശബരിമല യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് ഭക്ഷണ സാധനവും കരുതും. അപ്പോൾ ലതമാമി ഉണ്ടാക്കുന്ന ഇഡ്ഡലി, അത് 250 ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ദോശപ്പൊടിയും ഒക്കെ ചേർത്ത്, അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ക്യാരി ചെയ്തിട്ടാണ് അവിടെ പോയിട്ട് സ്വാമിയെ തൊഴുതിട്ട് പിന്നെ അവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ 2 ദിവസം അവിടെ നിന്നിട്ട് വരുന്നത്. ആ രീതിയിലായിരുന്നു അന്നത്തെ കാലത്തെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശരണം വിളികളൊക്കെ. ശബരിമലയിൽ മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് ഒരു വളരെ വലിയ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്നുള്ളത്. അത് തന്നെ ഇത് തന്നെ അത് എന്നുള്ളതാണ്. ഹംസ സോഹം, സോഹം ഹംസ എന്ന് പറയുന്ന ഒരു തത്വം. അപ്പോൾ സ്വാമിയെയും സ്വാമി എന്ന് വിളിക്കുന്നു, ഭക്തനെയും സ്വാമി എന്ന് വിളിക്കുന്നു. അപ്പോൾ രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ എന്ന്. അയ്യപ്പ തിന്തകത്വവും, അയ്യപ്പൻ നിൻ്റെ അകത്ത് ഓം, അല്ലെങ്കിൽ അയ്യപ്പൻ എൻ്റെ അകത്ത് ഓം എന്ന് പറയുന്നു. പഴയകാലത്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പല ഭക്തന്മാരും ഇങ്ങനെ വളരെ ഉച്ചത്തിൽ ശരണമന്ത്രങ്ങൾ ജപിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. അതൊക്കെ നമുക്ക് കൂടെ പറയാൻ വലിയ ആഗ്രഹമായിരുന്നു. കല്ലും മുള്ളും കാലുക്കുമെത്തെ എന്ന് പറയുന്ന അതുപോലെയുള്ള കുറേ, അത് സ്വാമി അത് വിളിക്കുന്നത്, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. പിന്നെ അവിടെ ഏറ്റവും മറക്കാനാവാത്ത അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഹരിവരാസനം തൊഴുത് സ്വാമി യോഗനിദ്രയിലായി ആ വാതിലിങ്ങനെ അടഞ്ഞു വരുമ്പോൾ, അത് ശരിക്കും സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ശൃംഗത്തിൽ ഒരു ഭക്തൻ എത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓണക്കാലത്തും അല്ലെങ്കിൽ മകരവിളക്കിനും ഒക്കെ, അല്ലെങ്കിൽ ചില മാസങ്ങൾ നട തുറക്കുമ്പോഴൊക്കെ ഞാൻ ആ രീതിയിൽ പോയി തൊഴുതിട്ടുണ്ട് ഹരിവരാസനം. മാത്രമല്ല, ഹരിവരാസനം എന്ന് പറയുന്നത് യേശുദാസ് സാർ പാടിയത്, അത് സംഗീതം ചെയ്തിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ G. ദേവരാജൻ മാസ്റ്ററാണ്. അത് എത്ര പേർക്ക് അതറിയാമെന്ന് ആരും മാസ്റ്ററെ പറ്റി പറയാറില്ല ഹരിവരാസനം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ മാസ്റ്ററാണ് ഈ ഒരു ഈണം അതിന് കൊടുത്തിരിക്കുന്നത്. ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. സിനിമകളിലും ദേവരാജ മാസ്റ്ററും വയലാറും ചേർന്ന് സ്വാമിയെക്കുറിച്ചുള്ള അപദാനങ്ങൾ പാടിയിട്ടുണ്ട്. ശബരിമലയിൽ തങ്കസൂര്യോദയം, അത് കേട്ടില്ലേ? നമുക്ക് മറക്കാൻ പറ്റാത്ത അയ്യപ്പ സ്വാമിയുടെ ഒരു കീർത്തനം പോലെയുള്ള ഒരു ഗാനമാണ്. നിന്നെ കണ്ട് കൊതി തീർന്നോരു കണ്ണുകളുണ്ടോ, ഇങ്ങനെ ഓരോ സമയങ്ങളിലും വന്നിട്ടുള്ള പാട്ടുകൾ. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്ക്, ആ പാട്ട്, അങ്ങനെ എത്ര പാട്ടുകളാണെന്ന് ഓർമ്മ വരാത്ത അത്രയും പാട്ടുകളുണ്ട് ശരിക്കും സ്വാമിയെക്കുറിച്ച്. മകരവിളക്കിന് വലിയ തിരക്കാണല്ലോ പഴയകാലം തൊട്ട്. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോഴാണ് കൂടുതലും മകരവിളക്കിന് ഞാൻ പറഞ്ഞ ജയമാമയുടെ കൂടെ പോയിട്ടുള്ളത്. അതിനുശേഷം മകരത്തിന് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം അത്രയും തിരക്കാവുമ്പോഴത്തേക്കും ഒരു ഏകാഗ്രത ആ ഭക്തിയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് സമയങ്ങൾ, വിഷുവിന് അല്ലെങ്കിൽ ഓണക്കാലത്ത്, പ്രത്യേകിച്ചും 3-ാം ഓണത്തിൻ്റെ ആ സമയത്ത് പോയിട്ട് 4-ാം ഓണത്തിന് തിരിച്ചു വരുന്ന രീതി, അങ്ങനെയൊക്കെയാണ് പിൽക്കാലത്ത് ഞാൻ
സ്വാമിയെ കാണാനായിട്ട് പോവാറ്.